ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു. കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ KSRTC സൗജന്യ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഇന്നിപ്പോൾ ഞാനൊരു ന്യൂസ് കാണാനിടയായി. അപ്പം ഞാനൊരു അതിനെക്കുറിച്ചിട്ടുള്ള പറയാൻ വേണ്ടി വന്നതാണ്. കാരണം 2 പെൺകുട്ടികൾ അവർ പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറിയ വ്യക്തികളാണ്. അവർ ചെന്നൈയിലൊക്കെയാണ് പഠിച്ചത്. 3 പെൺകുട്ടികൾ. അപ്പോൾ ഇവർ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ് ബസ് കയറിയത്. ബസ് കയറി. അപ്പോൾ ബസ് കയറിയ സമയത്ത് ഭയങ്കര തന്നെ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ടിക്കറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ സംഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവർ ചോദിച്ചു സൗജന്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞെന്ന്, കണ്ടക്ടർ പറഞ്ഞെന്ന് അതിൻ്റെ സിസ്റ്റം റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ പുതുക്കാട് എത്തിയ സമയത്ത് അവിടെ നിന്ന് യാത്രക്കാർ കയറി. പിന്നെ അവിടെ നിന്ന് കുറേ MLAയും മന്ത്രിമാരും മെമ്പർമാരൊക്കെ കയറി ഇവരോട് അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്ക്, ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൂവും ലഡുവും ഒക്കെ ഇവർക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു? ഇവരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ടിക്കറ്റ് പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും ആ മെമ്പർമാരും മറ്റുള്ള പ്രമുഖ വ്യക്തികളും അത് മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? പുതുക്കാട്ടിൽ നിന്ന് കയറിയവർക്കൊക്കെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള സ്ത്രീകൾ തന്നെയല്ലേ ഇവരും. അപ്പോൾ അത് ചെയ്തത് മോശമല്ലേ? അതെന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് കയറിയ ഇവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കാത്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരോടും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വണ്ടി കയറിയത്. അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് കയറിയത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് 9:34 അപ്പൊ ഞങ്ങൾ ചോദിച്ചു സൗജന്യം അല്ലേന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റം ഇതായിട്ടില്ല, സോ അതുകൊണ്ട് സൗജന്യം അല്ലാന്ന് ഞങ്ങളുടെ നിന്ന് കാശ് വാങ്ങിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പുതുക്കാട് എത്തിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ കയറിണ്ട്. മെമ്പറാണോ MLA അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാധനമൊക്കെ അവിടെ നിന്നാണ് വെച്ചതെന്ന് തോന്നുന്നു. അവർ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലഡു വന്നത് പൂവൊക്കെ തന്നു. അവരോടൊപ്പം ഞങ്ങളിത് പറഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ ആക്ച്വലി നമ്മളുടെ അടുത്ത് അവർക്ക് അങ്ങനെ നിർത്തി ഫോട്ടോ എടുത്തു, ഇങ്ങനെ എടുത്തു, ഫോട്ടോ ബൊക്കെ കൊടുക്കുന്നത് എടുത്തു, അതുപോലെ തന്നെ ലഡു കൊടുക്കുന്നത് എടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത് ശരിയായ നടപടിയാണോ കൂട്ടുകാരി? സത്യം പറയുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമാണ് വന്നത്. എന്താണ് ഒരു സമൂഹത്തിൽ സ്ത്രീകളെല്ലാവരും ഒരുപോലല്ലേ? ഇവർ പുരുഷന്മാരാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വേണം ബസ്സിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കയറ്റാൻ അല്ലേ? അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറിയ ചാലക്കുടിയിലേക്ക് ബസ് കയറിയ ഈ പെൺകുട്ടികൾക്ക് ടിക്കറ്റിന് പൈസ വാങ്ങി. അപ്പോൾ അത് സിസ്റ്റം ശരിയായിട്ടില്ല എന്ന് പുതുക്കാട് എത്തിയപ്പോഴേക്കും സിസ്റ്റം റെഡിയായി. അപ്പോൾ പുതുക്കാട്ടിൽ നിന്ന് കയറിയ ആളുകൾക്കൊക്കെ ഫ്രീ ടിക്കറ്റ്. ഇത് ന്യായമായ കാര്യമാണോ? ഇതെന്താ ഇങ്ങനെ? മനസ്സിലായില്ലേ എനിക്ക്. ഞാനും കുറേ പ്രാവശ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമാണ് ഞാനിത് പറയുന്നത്. ആ കുട്ടികളുടെ സംഭാഷണം നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ സംഭാഷണം ഇടയ്ക്ക് ഇടുന്നുണ്ട്, തുടക്കത്തിലിട്ടുണ്ട്, ഇനി ഇടയ്ക്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സംഭാഷണമെല്ലാം ഒന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് നമുക്ക് നോക്കാം. ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഇത് മുന്നോട്ട് പോകുമോ? ഇല്ല, ഒരിക്കലും മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല.